ഹലോ ഗായ്സ്, നമുക്കിന്നിവിടെ ഒരു മത്തി മാങ്ങാക്കറി ഉണ്ടാക്കാം. സ്പെഷ്യലായിട്ട് മത്തി ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം. പിന്നെ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒന്നുകൂടെ ഒക്കെ എടുക്കാം. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒരു 6 എടുത്തിട്ടുണ്ട്. അത് റൗണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് നമുക്ക് അരയ്ക്കാനെടുക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ടാലും മതി. എന്ന് വെച്ചാൽ നമുക്കത് അരയ്ക്കാം. ഇപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. ഒരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തിൽ നമ്മൾ കുറച്ച് ഉലുവ, എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ അതിനകത്തിൽ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ മുമ്പ് അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇതിൻ്റെ പേസ്റ്റില്ലേ, ഈ പേസ്റ്റെല്ലാം കൂടി നമുക്ക് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴച്ചാൽ ആ ഒരു വെള്ളമയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഇടില്ലേ, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴച്ചണം. അടിയിലൊന്നും പിടിക്കാതെ കരിയാതെ, പേസ്റ്റ് ആയതുകൊണ്ട് അടിയിലൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കരിയാതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയൊന്ന് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആ എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തിലോട്ട് ഇട്ട് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ ലാസ്റ്റിലോ നിങ്ങൾക്ക് എപ്പോഴാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചണം. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമയമൊക്കെ ഒന്ന് പോയി നമ്മൾ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നിൽക്കും. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി, 2 or 3 എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തേക്കണേ. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് കണ്ടോ, ഇപ്പോൾ പച്ചമണമൊക്കെ പോയി. ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ കൂട്ടാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചാൽ പച്ചമണം പോകണം, ഇല്ലെങ്കിൽ പൊടിയുടെ ഒരു കുത്തൽ വരും. ഇതിനകത്തോട്ട് നമ്മൾ ഹാഫ് ഒരു മാങ്ങയുടെ ഹാഫ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട്. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് ഫുൾ മാങ്ങ എടുക്കാം. പുളി ഉള്ളതാണെങ്കിൽ ഞാൻ ഹാഫ് എടുത്തിട്ടുള്ളൂ. അതിനകത്തോട്ട് നമ്മുടെ മത്തിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വലിയ മീനൊക്കെ ആണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ചുകൂടെ മാംസമുള്ള മീനാണ് നല്ലത്. എന്നാലും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മത്തിയാണ്. മത്തി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒത്തിരി വെള്ളം ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു കുറച്ച് നേരം അടച്ച് വെക്കാം. ഇത് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു ഒരു തേങ്ങ ഫുൾ എടുത്തില്ല, ഹാഫ് തേങ്ങയുടെ പാൽ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കൊഴുത്ത് നല്ല ക്രീമി ആയിട്ടൊക്കെ വേണമെങ്കിൽ ഒരു ഫുൾ തേങ്ങയുടെ ഇതെടുത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു 10 മിനിറ്റ് സിമ്മിൽ വെച്ച് തിളപ്പിക്കണം. എന്നിട്ട് 10 മിനിറ്റ് സിമ്മിലിട്ട് തിളപ്പിയതായത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്. അങ്ങനെ നമ്മുടെ മത്തി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.